ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 41 ദിവസം ഒരു കട്ടൻ കുടിച്ചാണ് തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ പുട്ടും മുട്ടയും കഴിച്ച് ഇന്നലെ വരച്ചു തുടങ്ങിയ പടത്തിന്റെ ബാക്കി പെയിന്റ് ചെയ്യാനിരുന്നു. വരച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മസലാളിയും കല്യാണം പറയാൻ വിളിച്ചു. ആള് കല്യാണം വിളിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആള് വിളിച്ചിട്ട് പറയാ, എടാ അടുത്ത ആഴ്ച നിനക്കൊരു കണ്ടന്റ് ഉണ്ട്. അത് കേട്ടപ്പോൾ ഞാനൊരു ചിരി. അത് കഴിഞ്ഞ് പടത്തിന്റെ 1-2 ലെയർ കൂടി പെയിന്റ് ചെയ്തിട്ട് ഇളയരാജ പാടൽകളും കേട്ട് പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു. ഗാർഡ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിലേക്കാണ് പോക്ക്. വണ്ടി എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് പാടത്തിന്റെ സൈഡിൽ കുറച്ചു നേരം നിന്നു. നല്ല നട്ടപ്രാന്തം വെയിലാണെങ്കിലും കാറ്റുള്ളത് കൊണ്ട് ചൂടറിയുന്നില്ല. അവിടെ നിന്ന് വീട്ടിലെത്തി വണ്ടി വെച്ചിട്ട് ചിക്കൻ വാങ്ങാൻ പോയി. ഡിസപ്പോയിന്റ്മെന്റ്. കട അടച്ചിരിക്കുന്നു. ചിക്കൻ കിട്ടിയില്ലെങ്കിൽ എന്താ, തിരിച്ചു വരുന്ന വഴി ചെക്കനെ കണ്ടു. അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി എഗ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കി. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. നല്ലത് നോക്കി കുറച്ച് പറിച്ചെടുത്ത് കഴുകി അരിഞ്ഞെടുത്തു. ഇതിനെന്തൊക്കെയോ ഗുണഗണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് അണ്ണൻ കൺസിഡർ ഇറ്റ് ആസ് എ ഫൈബർ സോസ്. അങ്ങനെ അതും അരിഞ്ഞ് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഫ്രൈ ചെയ്ത് ചോറ് കഴിച്ചു. വീണ്ടും ഒരു ഇളയരാജ പാട്ടും കേട്ട് കണ്ണും നടച്ച. കണ്ണു തുറന്ന് നോക്കുമ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പിന്നെ എഴുന്നേറ്റ് നമ്മുടെ പടത്തിന്റെ 2 പൊട്ടും തൊട്ട് സീമന്തരയിലെ സിന്ദൂരം കൂടി തൊട്ടപ്പോൾ അതേ തണ്ട് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഒരു കട്ടൻ അടിച്ച് നേരെ ജിമ്മിലേക്ക്. വാമപ്പും പുഷപ്പും കഴിഞ്ഞ് വർക്കൗട്ട് തുടങ്ങി. മെഷീനിൽ ഇംഗ്ലൈൻഡ് പ്രസ്. ഇതും സാധാരണ ചെയ്യുന്ന പോലെയല്ല. ആദ്യം 4 നമ്പർ ഷോർട്ട് ഡിസ്റ്റൻസിൽ പുഷ് ചെയ്യണം. എന്നിട്ട് 5ാമത്തേത് ഫുള്ള് പുഷ് ചെയ്യണം. അങ്ങനത്തെ 7 നമ്പർ വീതം 3 സെറ്റ്. അതിനുശേഷം ഡംബൽ പ്രസ്, പിന്നെ കേബിൾ ഫ്ലൈസ്. ചെസ്റ്റ് കഴിഞ്ഞ് ഷോൾഡറിന് 3 സെറ്റ് അപ്രൈറ്റ് റോ, പിന്നെ ലാറ്ററൽ റൈസും. അത് കഴിഞ്ഞ് ട്രൈസ്. കേബിൾ 3 സെറ്റ് ഓവർ ദ ഹെഡ് ചെയ്തിട്ട് സീറ്റ് എടുത്ത് സ്മിത്ത് മെഷീന്റെ താഴെ ഇട്ടിട്ട് ഈ സംഭവം 3 സെറ്റ് ചെയ്തു. ഇത് ചെയ്ത് കഴിയാറയപ്പോ, എടാ ഇതൊക്കെ ഒന്ന് നോക്കിക്കോ, ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ആശാൻ പുറത്തേക്ക് പോയി. ആ കാര്യം ഞാൻ എത്തി എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നോക്കാൻ തുടങ്ങി. 10 മണിയാറായപ്പോൾ ആശാൻ തിരിച്ചെത്തി. ഒരു ടാറ്റ കൊടുത്ത് ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ക്യാരറ്റും കുക്കുമ്പറും വാങ്ങി. കുറച്ച് ദിവസമായിട്ട് അണ്ണന്റെ ഇൻസ്റ്റാ ഫീഡ് ഫുള്ള് ചിക്കൻ സാലഡാണ്. എന്തായാലും നാളെ ഇത് ഉണ്ടാക്കണം. അവിടെ നിന്ന് വീട്ടിലെത്തി കുളിച്ച് ഫുഡും കഴിച്ച് ബുക്കും വായിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ബൈ.